ഗായ്സ്, അങ്ങനെ ഫൈനലി ഞാനും എത്തി എം ലോഫ്റ്റിലെ. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എം ലോഫ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്നാണ് ഇവിടെ എത്തിയത്. ആറ്റുകാൽ പൊങ്കാല ആവാറായതും പിന്നെ വീക്കെൻഡ് ആയതും കൊണ്ട് നല്ല റഷായിരുന്നു. ലിറ്ററലി നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു, അത്രയ്ക്ക് ആളുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ സ്റ്റാഫെല്ലാം നല്ല കാര്യമായിട്ട് നമ്മളെ നോക്കിയിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ പറയുന്ന സാധനങ്ങളെല്ലാം അപ്പം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് എം ലോഫ്റ്റിലെ പ്രൈസ് റേഞ്ചാണ്. 1000 റുപ്പീസ് തൊട്ട് തന്നെ അവിടെ നല്ല സാരി കളക്ഷൻസ് ഉണ്ട്. ഞാനൊരു സാരി എടുത്തത് കൊള്ളാമെന്ന് ചോദിച്ചതിന് 2 സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തരുന്നതാണ് ഈ കാണുന്നത്. ഇത്ര ഡെഡിക്കേറ്റഡ് ആയ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? പിന്നെ യൂട്യൂബർ ലിറ്ററലി നാഗവല്ലിയായിട്ട് മാറിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക്. എം ലോഫ്റ്റിൻ്റെ ഓണറെ കണ്ടായിരുന്നു നമുക്ക് പറയുന്നത് ഇവർക്ക് അവിടെ ഒരു ജോലി എടുക്കാൻ, കാരണം ഇവർക്ക് ഇതൊക്കെയാണ് സന്തോഷം തരുന്നത്. അവൾ ട്രിവാൻഡ്രത്ത് ഷോപ്പ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചങ്ങനാശ്ശേരിയിൽ എം ലോഫ്റ്റിലൊന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് കുറേ നാളായിട്ട് എൻ്റെ പുറകെ നടക്കായിരുന്നേ. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് സാരീസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടുന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഇവരുടെ തന്നെ ഒരു സെറ്റ് സാരിയുടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു, പൊങ്കാല അനുബന്ധിച്ചിട്ടുള്ളത്. നമ്മൾ അതും ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയേ. ഇപ്രാവശ്യം ഒരുവിധം ട്രിവാൻഡ്രംകാരൊക്കെ എം ലോഫ്റ്റിൽ നിന്നായിരിക്കും കേട്ടോ സാരി എടുത്തിട്ടുള്ളത്, പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു അവരുടെ സെറ്റ് സാരിയുടെ കളക്ഷൻസ്. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഭൂമികയിലേക്കാണ് പോയത്. വഴുതക്കാടുള്ള നമുക്ക് കുറച്ച് ജ്വല്ലറീസ് നോക്കാനുണ്ടായിരുന്നു, റിസപ്ഷനൊക്കെ ഇടാനുള്ളത്. പിന്നെ ഞങ്ങൾ ആരും അങ്ങനെ ഈ ഹെവി ജ്വല്ലറീസ് ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് തന്നെ ചിരി വരികയായിരുന്നു. വൻ കോമഡി പരിപാടിയായി പോയി കേട്ടോ ഇത്. ഭൂമികയിൽ നല്ല കളക്ഷൻസ് ഉണ്ടേ, മാത്രമല്ല നല്ല റീസണബിൾ റേറ്റിന് തന്നെ നമുക്ക് സാധനങ്ങളും കിട്ടി അവിടെ നിന്ന്. അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ ബസ്സിൽ കയറിയാണ് പോയത്. ഇപ്രാവശ്യം നമുക്ക് ട്രെയിൻ മിസ്സായിട്ടുണ്ട്. അങ്ങനെ യൂട്യൂബറോടും ബൈ പറഞ്ഞ് നമ്മൾ പോയേ.